അപ്പോൾ ഈ എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാം വെറും 5 മിനിറ്റ് എങ്ങനെയാണെന്നല്ലേ. ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് വി പി എൻ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. വി പി എൻ ഫ്രാൻസിലിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വി പി എൻ കണക്ട് ചെയ്തില്ലെങ്കിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതല്ല. അപ്പോൾ ആദ്യം നമ്മൾ ഗൂഗിൾ എടുക്കുക. ഗൂഗിളിൽ അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഓപ്പണായി വരും. അപ്പോൾ നമുക്ക് കാണാം വിഷ്വൽ എഫക്ട്സ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ഇമെയിൽ കണക്ട് ചെയ്തിട്ട് എലോ കൊടുക്കുക. ശേഷമാണ് നമ്മൾ എർത്ത് സൂം ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് മുകളിൽ ജനറേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അവിടെ സ്റ്റാർട്ട് ഫ്രെയിം എന്ന് പറയുന്നിടത്ത് നമുക്ക് ഏത് ഫോട്ടോയാണോ അവിടെ വെക്കേണ്ടത് അത് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഫോട്ടോ വെച്ചു. അത് കഴിഞ്ഞിട്ട് ലോഡായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴെ ജനറേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ട ഫോട്ടോ നമ്മൾ പ്രോസസ്സായി കിട്ടുന്നതായിരിക്കും. 45 മിനിറ്റ്സ് എന്ന് പറയുമെങ്കിലും ഒരു 3 മിനിറ്റ്സിനുള്ളിൽ നമുക്കത് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വി പി എൻ ഓണാക്കാതെ യൂസ് ചെയ്യുന്നവർക്ക് ഇത് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതല്ല. അപ്പോൾ പെയ്ഡ് ആയിരിക്കും അവർ ചോദിക്കുക ഇവിടെ. അപ്പോൾ നമ്മൾ വി പി എൻ ഓണാക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ എക്സ്പോർട്ടായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കേട്ടോ, അപ്പോൾ നമ്മൾ പറഞ്ഞ വീഡിയോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വി പി എൻ ഓൺ ആക്കിയിട്ട് ഇത് ലഭിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ക്രോമിൽ ലോഗിൻ ചെയ്യുക. ക്രോമിൽ ലോഗിൻ ചെയ്തതിന് ശേഷം വീണ്ടും ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് വെച്ച് നോക്കുക. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ക്യാപ് കട്ട് എടുത്തിട്ട് ക്യാപ് കട്ടിലെ വീഡിയോ അപ്ലോഡ് കൊടുക്കുക. നമ്മുടെ ഏത് ഫ്രെയിമിലാണോ വേണ്ടത് ആ ഫ്രെയിം റേറ്റ് നമ്മളവിടെ കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫ്രെയിം റേറ്റ് ആണോ കൊടുക്കുന്നത്. എന്നിട്ട് സൂം ചെയ്തിട്ട് നമുക്കത് സെറ്റ് ചെയ്യുക. അതിനുശേഷം ക്യാപ് കട്ടിൽ നമ്മൾ ഈ വീഡിയോ ഒന്ന് റിവേഴ്സ് ആക്കി വെക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി റിവേഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് റിവേഴ്സ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ റിവേഴ്സ് ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ റിവേഴ്സ് ആക്കി വെച്ചതിന് ശേഷം നമ്മൾ നമ്മളുടെ ഒരു ഫോട്ടോ കൂടി അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതും ഫിറ്റാക്കി കറക്റ്റ് ഫ്രെയിം റേറ്റിൽ വെക്കുക. പിന്നീട് അതിൽ എഫക്ട്സ് ആഡ് ചെയ്യേണ്ടവർക്ക് എഫക്ട്സ് ആഡ് ചെയ്യാം. നിങ്ങൾ ഈ വെബ്സൈറ്റ് യൂസ് ചെയ്യുമ്പോൾ ആദ്യം ക്രോമിൽ ലോഗിൻ ചെയ്യുക. ക്രോമിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഇമെയിൽ ഐ ഡി കണക്ട് ചെയ്യുക. ഇമെയിൽ ഐ ഡി കണക്ട് ചെയ്ത് നമ്മൾ അവർക്ക് ഫുൾ പെർമിഷൻ കൊടുക്കണം. ഫുൾ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വി പി എൻ ചേഞ്ച് ചെയ്യണം. വി പി എൻ ചേഞ്ച് ചെയ്ത് ഫ്രാൻസ് 182 ഇടണം. 182 ഇട്ട ശേഷം വേണം നമ്മൾ ഈ വെബ്സൈറ്റ് ഉപയോഗിക്കാം. ഈ വെബ്സൈറ്റ് ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾ എക്സ്പോർട്ട് ആയി കഴിയുമ്പോൾ അവിടെ പറയും പേയ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയും. പേയ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഫുൾ ക്ലോസ് ചെയ്യുക. ഫുൾ ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടി ക്ലോസ് ചെയ്ത് എടുത്ത് വെച്ച് നോക്കുക. അപ്പോൾ ഇടയിൽ ഒരെണ്ണം നമുക്ക് എക്സ്പോർട്ട് ആയി കിട്ടും. അത് തന്നെ റിപ്പീറ്റ് ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതല്ല. ഇതുപോലെ ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരെണ്ണം ലഭിക്കുന്നതായിരിക്കും. പക്ഷേ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം വി പി എൻ ഓണാക്കാൻ നോക്കുക. വി പി എൻ ഫ്രാൻസിലോ ജർമ്മനിയിലോ ലണ്ടനിലോ ഏതെങ്കിലും ഈ പെൻഡിങ് ഓൺ ആക്കിയിട്ട് ശേഷം വേണം ഇത് ഇമെയിൽ കണക്ട് ചെയ്യാനും സൈറ്റ് ഓപ്പൺ ചെയ്യാനും ഇതൊക്കെ ചെയ്യാനും. അല്ലാത്ത പക്ഷം പെയ്ഡ് ആയിരിക്കും ഫുൾ ആയിരിക്കും.